വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണത്തിൽ പോലീസ് പണമിടപാട് അന്വേഷിക്കും. കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനും തീരുമാനം. ബത്തേരി അർബൻ ബാങ്ക് നിയമന അഴിമതിയുമായി ആത്മഹത്യയ്ക്ക് ബന്ധമുണ്ടെന്ന ആരോപണത്തിലാണ് അന്വേഷണം. സംഭവത്തിൽ IC ബാലകൃഷ്ണനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കേസെടുക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടു. തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് IC ബാലകൃഷ്ണൻ MLA പ്രതികരിച്ചു. NM വിജയന്റെയും മകൻ ജിജേഷിന്റെയും മരണത്തിൽ പോലീസ് കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ്. മരണം സംബന്ധിച്ച ദുരൂഹത ശക്തമാവുന്നതിനിടെ പണമിടപാട് സംബന്ധിച്ച രേഖകൾ പുറത്തുവന്നിരുന്നു. ഇതേക്കുറിച്ച് പോലീസ് അന്വേഷിക്കും. ഇപ്പോൾ പ്രത്യക്ഷ ഇടപെടൽ നടത്തിയെന്ന് തെളിവുകൾ പുറത്തുവന്നവരെ ചോദ്യം ചെയ്യും. NM വിജയൻ ഇടനിലക്കാരനായി പണം വാങ്ങിയെന്ന രേഖകൾ പോലീസ് പരിശോധിക്കും. കരാർ ഉടമ്പടിയിൽ പേരുള്ളവരെയും ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ബത്തേരി DYSPയാണ് സംഭവത്തിൽ അന്വേഷണം നടത്തുന്നത്. സംഭവത്തിൽ IC ബാലകൃഷ്ണനെതിരെ ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തണമെന്ന് CPIM ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതാക്കളുടെ പീഡനം മൂലം ആത്മഹത്യ ചെയ്തത് നമുക്ക് ഓർമ്മയില്ല. ഇപ്പോൾ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നേതാവ് കൂടെ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് CPIMന് ആവശ്യപ്പെടാനുള്ളത് അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. IC ബാലകൃഷ്ണൻ MLA തൽസ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ വേണ്ടി തയ്യാറാകേണ്ടതായിട്ടുണ്ട്. സമഗ്രമായ അന്വേഷണത്തിന്റെ ഭാഗമായി കുറ്റക്കാരായ മുഴുവൻ ആളുകളെയും പുറത്തു കൊണ്ടുവരണം. IC ബാലകൃഷ്ണൻ മാത്രമല്ല ഇതിന് ഉത്തരവാദി. KPCC നേതൃത്വം ഈ ആത്മഹത്യക്ക് ഉത്തരവാദിയാണ്. ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വാങ്ങിയ പണം ജോലി ലഭിച്ചില്ലെങ്കിൽ തിരിച്ചു കൊടുക്കുമെന്ന വ്യവസ്ഥ നേതാക്കൾ പാലിക്കാത്തതിനെതിരെ NM വിജയൻ നൽകിയ പരാതികളും പുറത്തുവന്നിട്ടുണ്ട്. നേതാക്കൾ പണം വാങ്ങി കൈയഴിഞ്ഞതോടെ നിസ്സഹായ അവസ്ഥയിലെത്തിയ NM വിജയൻ മകനും വിഷം നൽകി മരിക്കുകയായിരുന്നു എന്നാണ് ആരോപണമുയരുന്നത്. കത്തുകളിലും കരാർ ഉടമ്പടികളിലും പേരുള്ള IC ബാലകൃഷ്ണൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് CPIM തിങ്കളാഴ്ച MLA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് IC ബാലകൃഷ്ണൻ പ്രതികരിച്ചു. കൈരളി ന്യൂസ്, വയനാട്.